ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു സ്പെഷ്യൽ മീൻകറി വെച്ചാലോ? ഞാൻ അതിന് വേണ്ടി എടുത്തത് മോദയാണ്. മോദയുടെ ഒരു മീൻകറി ഞാൻ ഇട്ടിട്ടുണ്ട്, സാധാ രീതിയിലുള്ള മീൻകറി. ഇത് നമുക്കെടുത്തത് ഒരു സ്പെഷ്യൽ തിക്ക് ഗ്രേവി എന്ന് വെച്ചാൽ നമുക്ക് കപ്പയോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിലും നല്ലതുപോലെ നല്ല തിക്ക് ഗ്രേവിയോ ആയിരിക്കണം, എന്നാൽ എരിയും കൂടരുത്. അതെങ്ങനെ നമുക്ക് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പം ഈ ഗ്രേവി കൂടുതലാണെങ്കിൽ അതിന് എരിവും കൂടും, പക്ഷേ എന്നാൽ കൊഴുപ്പും കാണത്തില്ല. നല്ലതുപോലെ നല്ല ലൂസ് ഒത്തിരി ഗ്രേവിയും വേണം. നമുക്ക് ഈ ചക്കയും കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ, അതുപോലെ തന്നെ പൊറോട്ട ഒക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ഉണ്ട്. അതിന് വേണ്ടി നമുക്കിതെങ്ങനെ അതിനകത്ത് അങ്ങനെയുള്ള മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ വെള്ള മോദയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തെന്ന് പറഞ്ഞത് ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ 3-4 പ്രാവശ്യം അരിഞ്ഞത്, പിന്നെ തക്കാളി 2 തക്കാളി എടുത്തു, പിന്നെ വെളുത്തുള്ളി എടുത്തു, ഇഞ്ചി എടുത്തു, പിന്നെ ഞാൻ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തു. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ എടുത്തത് ഞാൻ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ നമ്മളെടുത്തത് ഈ പിന്നെ പുളിയില്ലേ, അത് ഉപ്പ് വെള്ളത്തിൽ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാൻ അടുപ്പയിൽ വെച്ചു. നമ്മളിത് വേറൊരു സ്പെഷ്യൽ രീതിയിൽ വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം പാൻ വെച്ചത്. പിന്നെ നമുക്ക് ചട്ടി എടുക്കാം. അപ്പോൾ പാൻ അടുപ്പയിൽ വെച്ചു. നമുക്ക് കടുക് പൊട്ടിക്കുന്നില്ല. അതിന് പകരം നമ്മൾ എന്തോ ആദ്യം ഇടുന്നതെന്ന് അറിയാവോ? ചെറിയ ഉള്ളി. ഇത് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കണം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ചെറിയ ഉള്ളി നല്ലതുപോലെ വാടി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്നറിയോ? ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഇതും ഒരുവിധം നല്ലതുപോലെ വാടുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാടിക്കഴിയുമ്പം ഇനി നമുക്ക് എന്താ ചെയ്യണമെന്നറിയാവോ? നമ്മൾ എടുത്ത വെച്ച മസാലകളില്ലേ, മല്ലി, ഇതെല്ലാം ഇതിനകത്ത് ഇടണം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുകയോ സിമ്മിലാക്കുകയോ ചെയ്യും. ഞാൻ ഓഫ് ചെയ്തെന്ന് വെച്ചാൽ മസാല കരിഞ്ഞു പോയാൽ ആ കറി കംപ്ലീറ്റ് പോകും. അപ്പം ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്ന പോലെ വഴറ്റിയെടുക്കുക. എന്നാലേ നമ്മളെ കറി കറക്റ്റ് നല്ല തിക്ക് ഗ്രേവിയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇത് പച്ചമണം മാറുന്ന പോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കും. അപ്പോൾ നമ്മൾ പച്ചമണം മാറിയിട്ട് ഉടനെ നമ്മൾ തക്കാളി ഇട്ട്, ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇട്ട്. ഈ തക്കാളി ഇതിനകത്ത് കിടന്നൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യാറിയോ? ഇത് ചൂടാറിയിട്ട് നമുക്ക് ഗ്രൈൻഡിങ് ജാറിൽ വെച്ച് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരയ്ക്കണം. അതാണ് അതിൻ്റെ ട്രേഡ് സീക്രട്ട്. മനസ്സിലായോ? ഈ തക്കാളി ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ വാടി. ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് തണുക്കാനെന്ന് അനുവദിക്കുക. തണുത്തിട്ട് നമുക്ക് ഗ്രൈൻഡിങ് ജാറിൽ വെച്ച് നമുക്ക് അരച്ചെടുക്കാം. അതാണ് ഗ്രേവിയുടെ രഹസ്യം. നിങ്ങൾക്ക് ഈ പൊടി കരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളി വെളുത്തുള്ളി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തക്കാളി അടി, എന്നിട്ട് പിന്നെ മസാല ഇടാം. ഞാനത് ഇങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ തക്കാളി ഒരു ജ്യൂസി ആണല്ലോ, അപ്പം പിന്നെ പൊടിക്ക് ഒരു മൂപ്പ് കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് അല്ലാത്തവരും അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, നമുക്ക് നല്ലപോലെ തണുത്തിട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ വഴറ്റിയെടുത്തില്ലേ, ആ ഉള്ളി ഒക്കെ മിശ്രിതം അതെടുത്ത് നമുക്ക് ഗ്രൈൻഡിങ് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് കുറേശ്ശെ അടിച്ചെടുക്കുക. ചൂട് എല്ലാം കംപ്ലീറ്റ് മാറിയിട്ടേ അടിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ തെറിക്കും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ മിശ്രിതം ഉണ്ടോ, നമ്മൾ നേരത്തെ വഴറ്റി ഇപ്പം മിക്സിക്കകത്ത് അരച്ച മിശ്രിതം കണ്ടോ, ഇതുപോലെ ഇത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഗ്രേവി ഇത് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ മിക്സിയും കൂടെ കഴുകി ഇതിനകത്ത് ഒഴിക്കണം. ചൂട് വെള്ളത്തിൽ ഇനി നമുക്ക് പാചകം ചെയ്യാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നല്ല എണ്ണ തിളച്ച് കടുക് പൊട്ടി കറിവേപ്പില ഇട്ടു. ഇനി നമുക്കെന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ ഈ അരപ്പെല്ലാം
അത് ആഡ് ചെയ്യുക. നമ്മൾ അരച്ച അരപ്പ് ഇതിനകത്തോട്ട് കിടന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഞാൻ 1.5 സ്പൂണേ എടുത്തുള്ളൂ കേട്ടോ, വെളിച്ചെണ്ണ അടിക്കുന്നത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ താളിച്ചിട്ട് എണ്ണ തെളിയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചോണം കേട്ടോ. ഇനിയുള്ള നമുക്ക് ഈ ഗ്രേവിക്കിന് ചൂടുവെള്ളം ഇടണം. അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. കണ്ടോ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ? എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ പുളി ഒഴിച്ച് വെച്ചിട്ടില്ലേ, പുളിയും ഉപ്പും ഒക്കെ അതങ്ങോട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്ക് എത്രയും ഗ്രേവി വേണം അത്രയും ചൂട് വെള്ളം ചേർക്കും. കണ്ടോ അതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് കണ്ടോ? എന്നാൽ എരിയും ഇല്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളമാണ് കലക്കുക. ഇനി ഒന്ന് തിളക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് മീനെല്ലാം നമ്മൾ പറക്കിയിടുക. ഈ ഗ്രേവി നമുക്ക് നല്ല തിക്ക് ഗ്രേവിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ നല്ല തിക്ക് ഗ്രേവിയുവാ, എന്നാൽ എരിയും ഇല്ല, നല്ല കളറും ഉണ്ട്. അപ്പം മീൻകറി തിളച്ച് ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് വേവിക്കാം. അപ്പം തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇനി ഈ മീൻകറി വേവിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മീൻകറി കണ്ടല്ലോ ഫൈനൽ റൗണ്ടിലേക്ക് വന്ന് നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവി, സൂപ്പർ ഗ്രേവിയായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഈ ചോറിനും കപ്പയ്ക്കും ചക്കയ്ക്കും എല്ലാം ഉപയോഗിക്കത്തക്ക നല്ല തിക്ക് ഗ്രേവി. അതുപോലെ തന്നെ എരിയുമില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കും. നിങ്ങൾക്ക് തിക്ക് ഗ്രേവി വേണമെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ വഴറ്റി അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മീൻകറി റെഡിയായി അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മീൻകറി റെഡിയായപ്പോൾ ഞാൻ ചക്കയും വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചക്കയും മീൻകറിയും എന്തൊരു ടേസ്റ്റ്. ഈ ഗ്രേവി കണ്ടോ, ഞാനത് കാണിക്കാനായിട്ടാണ് നിങ്ങളെ ഇത് ഞാൻ എടുത്തത്. നല്ല തിക്ക് ഗ്രേവി കണ്ടോ, ഇഷ്ടം പോലെ നമുക്ക് ഗ്രേവി എടുക്കാം, എന്നാൽ വലിയ എരിയുമില്ല, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ കളറും നല്ല കൊഴുപ്പും. അപ്പോൾ നിങ്ങൾക്കിതാ ഞാൻ പറയുന്നത്, ഇതുപോലെ ചക്കയോ കപ്പയോ ഒക്കെ വേവിച്ചാൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയും കിട്ടും, എന്നാൽ എരിയുമില്ല, നല്ല ഭംഗിയുമാണ്, ടേസ്റ്റുമാണ്. എരി വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടാം, ആവശ്യത്തിനുള്ള എരിയുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ തന്നെ നമ്മൾ സാധാരണ ഈ മുളക് പൊടി ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും എരി ഇല്ല, നമ്മളതെല്ലാം നല്ലപോലെ അരച്ചുകൊണ്ടേ. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.